കഴിഞ്ഞ കുറച്ച് ദിവസമായി എല്ലാവരും വളരെയധികം വ്യക്തമായി തന്നെ നോക്കുകയും അറിയുകയും ചെയ്യുന്നൊരു കാര്യമാണ് രേണുസുതിയുടെ ആരോഗ്യം. രേണുവിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യത്തെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത്. ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി അങ്ങനെ തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. എല്ലാവർക്കും ഇപ്പോൾ രേണു കിച്ചുവിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നും ചോദിക്കുന്നുണ്ട്. വേദനയെടുത്ത് ഹൈ ഡോസ് മരുന്നെടുത്തിരിക്കുന്ന രേണു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും വളരെ ബുദ്ധിമുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കിച്ചുവിനെ കാണണമെന്നുള്ള ആഗ്രഹം രേണുവിന് എന്തായാലും ഉണ്ടാകും. രേണു അത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. കാരണം വളരെ ചെറുതിലെ ഋതപ്പനെക്കാട്ടിലും ആദ്യം അമ്മയെന്ന് തന്നെ വിളിച്ചത് അവനാണ്. എന്തൊക്കെ തള്ളി പറഞ്ഞാലും ആ അമ്മയുടെ സ്നേഹം ആദ്യം രേണു നൽകിയത് പ്രസവിക്കാത്ത ആ മകന് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കിച്ചുവിനെ കണ്ടാൽ മതി എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ രേണു കഴിയുന്നത്. വേദനയുടെ ഇടയിലും ആ അബോധാവസ്ഥയ്ക്കിടയിലും ഉറപ്പായും കിച്ചുവിൻ്റെ പേര് രേണു പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം അവർ തമ്മിലുള്ള സ്നേഹം അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. കിച്ചുവിനെ കാണണമെന്ന അതിയായ ആഗ്രഹം രേണുവിന് ഉറപ്പായിട്ടും ഉണ്ടാകും. പ്രേക്ഷകർ വളരെ കൃത്യമായി ആ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കിച്ചുവിനെ കാണണമെന്ന് രേണുവിന് ആഗ്രഹമുണ്ടാകുമെന്ന് പ്രേക്ഷകരായ ഞങ്ങൾക്കറിയാം. കിച്ചുവിനും ആ ആഗ്രഹം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ തിരക്കിലായതുകൊണ്ടായിരിക്കാം കിച്ചു അമ്മയെ കാണാൻ പോകാത്തത്. അല്ലെങ്കിൽ തന്നെ എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തി തന്നെയാണ് കിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരോടും ദേഷ്യം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയല്ല. ആരോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവും രേണുവിൻ്റെ കുടുംബക്കാരും തന്നോട് ചില പ്രശ്നങ്ങൾ ചെയ്തിരുന്നുവെന്നും അതിനെക്കുറിച്ചൊക്കെ തന്നെ കിച്ചു വെളിപ്പെടുത്തിയതിൻ്റെ തൊട്ട് പിന്നാലെ ഋതപ്പനെയും അതുപോലെ തന്നെ ഈ രേണുവിൻ്റെ സഹോദരിയുടെ മക്കളെയുമൊക്കെ പുറത്തു കൊണ്ടുപോവുകയും അവരെ പോയി കാണുകയും ചെയ്ത വ്യക്തിയാണ് കിച്ചു. അതുകൊണ്ട് തന്നെ സുധിയുടെ മകൻ എന്ന അക്ഷരാർത്ഥത്തിൽ അന്ന് എല്ലാവരും അദ്ദേഹത്തിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചുവിനെ കാണണമെന്ന അതിയായ ആഗ്രഹം രേണുവിനുള്ളത് കൊണ്ട് തന്നെ കിച്ചു എന്തായാലും പോയിട്ടുണ്ടാകും. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ തന്നെ ഇനി കൂടുതൽ ചിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ അതൊന്നും പുറത്തു പറയാത്തതും. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ ഒരു വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. ഓരോ തവണയും പ്രേക്ഷകർ ആ വാർത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് നന്നായി അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകർ ഓരോരുത്തരും പ്രീതിയോടെ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെ കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം തന്നെ ലഭിക്കുന്ന രേണുവിൻ്റെ വാർത്തയിൽ ഓരോ ദിവസവും രേണുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരികയും ചെയ്യുന്നത് എന്നുകൂടി പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.